ഹലോ. അപ്പോൾ നമുക്കിന്ന് നല്ല നാടൻ രീതിയിലുള്ള ഒരു കൊക്കവട ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു വലിയ സവാള മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതിലേക്ക് 2 പച്ചമുളക് കൂടി ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. പിന്നീട് അതിലേക്ക് വേണ്ട മസാലകളാണ് ഇട്ടുന്നത്. കുറച്ച് പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് 1 സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് മുളക് പൊടി 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഗരം മസാലയും കൂടി 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കുക. ഈ മസാലകൾ ഇട്ടതിന് ശേഷം ആ ഉള്ളി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കൊക്ക് വടയ്ക്ക് പിന്നെ അധികം ഉള്ളിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഉള്ളിവട ഉണ്ടാക്കുമ്പോഴാണല്ലോ നമ്മൾ ഒരുപാട് ഉള്ളി ഇടുക. ഇതിലൊരുപാട് മാവാണ് ആവശ്യമായിട്ടുള്ളത്. പിന്നീട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കടലമാവാണ്. അപ്പം 3 കയ്യിൽ ഞാൻ കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1 കയ്യിൽ മൈദപ്പൊടിയാണ്. 1 കയ്യിൽ മൈദപ്പൊടി ഇട്ടതിന് ശേഷം 1 കയ്യിൽ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ നല്ല രീതിക്ക് തന്നെ അത് കുഴച്ചെടുക്കണം. നല്ല രീതിയിൽ ആ സവാളയൊക്കെ നല്ല രീതിയിലൊന്ന് ഉടഞ്ഞെടുക്കുന്ന രീതിയിലായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. നല്ലപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ വെള്ളം കൂടി ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നല്ലതുപോലെ കുഴച്ചെടുത്തിട്ട് ഈ രീതിയിൽ നമുക്കായി കിട്ടണം. എന്നിട്ട് ഞാൻ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അതെടുത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് ഞാൻ കുറച്ച് അപ്പക്കാരം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പക്കാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കണം മാവ് കിട്ടേണ്ടത്. അപ്പോഴാണ് നല്ല രീതിയിൽ കൊക്കുവട റെഡി ആവുള്ളൂ. എന്നിട്ട് ഞാൻ ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ഓരോ നുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ് മാവ്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മളെ നാടൻ രീതിയിലുള്ള കൊക്കുവട നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ കടയിൽ ഉണ്ടാക്കുന്ന പോലെയുള്ള കൊക്കുവടയല്ല, ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നാടൻ ശൈലിയിലുള്ള കൊക്കുവടയാണ്. അങ്ങനെ ഇതുപോലെ നമ്മൾ കൈ വെച്ചിട്ട് ഓരോ തുള്ളി ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ കൊക്കുവട കിട്ടുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ അത് ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കേ.